ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് SIT രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായിയും നൽകിയ മൊഴിയിലാണ് പരിശോധന. ഇവർ നൽകിയ വിവരത്തിലുള്ള വിഗ്രഹ കച്ചവടക്കാരൻ ഡി മണിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഡിണ്ടിഗൽ, വിരുദുനഗർ എന്നിവിടങ്ങളിൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നുവെന്നാണ് വിവരം. ഡി മണിയുടെ സുഹൃത്തായ ശ്രീകൃഷ്ണൻ എന്നയാളും നിരീക്ഷണത്തിലാണെന്ന് വിവരമുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഡി മണി, ഡയമണ്ട് മണി, ദാവൂദ് മണി, അങ്ങനെ പേരുകൾ പലതാണ് മണിക്ക്. ആ മണിയിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയാണോ? അഭിലാഷ്, രമേശ് ചെന്നിത്തലയും സുഹൃത്തായ വിദേശ വ്യവസായം നൽകിയ മൊഴി കേന്ദ്രീകരിച്ചാണ് SITയുടെ സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധനകൾ നടത്തുന്നത്. വിരുദുനഗർ, അതുപോലെ തന്നെ ഡിണ്ടിഗൽ, ഈ രണ്ട് മേഖലയും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. മധുരയ്ക്ക് അപ്പുറവും ഇപ്പുറവുമുള്ള രണ്ട് സ്ഥലങ്ങളാണ്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ചില സംഘങ്ങൾ, അത് ഡി മണി, ദാവൂദ് മണി, ഡയമണ്ട് മണി, അങ്ങനെ പല പേരുകൾ ആണ് കേൾക്കുന്നത്. അതിൽ നമ്മൾ ഈ ഡി മണി എന്ന് പറയുന്ന ആളെ ഏകദേശം കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ സംഘത്തിന്റെ സ്ക്വാഡ് ലൊക്കേറ്റ് ചെയ്തിരുന്നു. അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇയാളുടെ കുറെ കൂട്ടാളികളെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അനുസരിച്ചാണ് ഈ ഡിണ്ടിഗലിലും വിരുദുനഗറിലുമുള്ള രണ്ട് കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത്. ഇതിൽ ഈ ഡി മണിയുടെ സുഹൃത്ത് എന്ന്, അല്ലെങ്കിൽ അയാളുടെ സംഘാംഗം എന്ന് സംശയിക്കുന്ന ശ്രീകൃഷ്ണൻ എന്ന മറ്റൊരു പേര് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അയാളുടെ സ്ഥാപനത്തിലോ മറ്റോ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു സാധാരണ കടയാണ്. ഈ വിഗ്രഹങ്ങൾ, ആഭരണങ്ങൾ, അതുപോലെ തന്നെ ഈ ചെമ്പ് പാത്രങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇടപാട് നടക്കുന്ന ചെറിയ കടയെന്തോ മറ്റോ ആണ്. അവിടെയാണ് പരിശോധനകൾ നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വിദേശ വ്യവസായിയുമായ സുഹൃത്തും നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്ന ആളുകൾ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇത്തരം ഈ ലോഹ ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കരകൗശല സാധനങ്ങൾ, പഴമയുള്ള കരകൗശല സാധനങ്ങളുടെയൊക്കെ വിൽപ്പനയും തട്ടിപ്പ് നടത്തുന്ന സംഘമാണെന്നാണ്. ഇവർ നേരത്തെ ഇറിഡിയം തട്ടിപ്പ് കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ളവരാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരം സംശയങ്ങളുള്ള ആൾക്കാരാണ്. അങ്ങനെ ഈ അത്തരം തട്ടിപ്പുകൾ, ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് വലിയ പണം സമ്പാദിക്കുന്ന സംഘങ്ങൾ, ആ സംഘങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരമാണ് SITക്ക് കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള വെരിഫിക്കേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇതുവരെ സ്വർണ്ണക്കൊള്ളയുമായി കണക്ട് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട അറസ്റ്റിനോ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇറിഡിയം തട്ടിപ്പടക്കം നടത്തുന്ന ഒരു സംഘം, ആ സംഘത്തിൽപ്പെട്ട ഒരു കണ്ണിയാണ് ഡി മണി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ മൊത്തം ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരാൾ തിരുവനന്തപുരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം സ്ഥാപിക്കുകയും ഇടപാടുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് SITക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അപ്പോൾ ആ വഴിക്ക് ഈ സ്വർണ്ണപ്പാളികൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധന നടക്കുന്നത്. ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഇതിന് ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടോ, അവരിലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകും.